എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കച്ചവടത്തിലും കൃഷിയിലും ഭാര്യ മക്കളിലൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളെക്കൊണ്ടും മാരക രോഗങ്ങളെക്കൊണ്ടും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും എന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം. അത് ഇസ്ലാം മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീന് പരാജയപ്പെടുന്നത് കൊണ്ടോ ഒന്നുമല്ല. ഈ ദീന് ഇവിടെ ദഅവത്ത് നടക്കണം, ഇതിവിടെ ചർച്ച ചെയ്യപ്പെടണം. ഖിയാമത്ത് വരെ ഇനിയൊരു പ്രവാചകൻ വരാനില്ലാത്തത് കൊണ്ട് ഈ നിലവിലുള്ള ഉമ്മത്തിൽ ഈ ദീനിനെ പറ്റിയുള്ള ചർച്ചയും ഇതിൻ്റെ നിയമങ്ങളെപ്പറ്റിയുള്ള ചർച്ചയും വിമർശനങ്ങളും മറുപടികളുമൊക്കെ നടന്നുകൊണ്ടിരിക്കണമെന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമായതുകൊണ്ടാണ് ഇങ്ങനെ എന്നും ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുന്നതും എവിടെയും എന്തിൻ്റെ പേരിലായാലും ഇസ്ലാം എപ്പോഴും വിമർശിക്കപ്പെടുന്നതുമൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്ന്. കാരണം നമ്മൾ പൊറുതികേട് കാണിക്കേണ്ട ആവശ്യം അതിലില്ല. ഇതൊക്കെ അല്ലാമുൽ ഗുയൂബായ അല്ലാഹു തആല അറിയാതെ സംഭവിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല പറയുന്നത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. ലോകത്ത് എവിടെയൊക്കെ മനുഷ്യൻ ഒരു സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അവിടേക്കൊക്കെ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു കൊണ്ടിരുന്നു. പ്രവാചകന്മാർ വരാത്ത ഒരു സമുദായവും ലോകത്തൊരു സമൂഹമായി ജീവിക്കുന്ന ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളവും വിമർശനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഇനി ഒരു പ്രവാചകൻ ഇപ്പോൾ വന്നാലും നമ്മളാരും സമ്മതിച്ചു കൊടുക്കുകയില്ല. കാരണം നമുക്ക് അതിന് മാത്രമുള്ള ബുദ്ധിയും വിവേകവും നമുക്കുമില്ല. ഇത് ലോകത്ത് എപ്പോഴുള്ളൊരു കാര്യമാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാരെയൊക്കെ കളവാക്കിയത് പൊട്ടന്മാരാണെന്നൊന്നും അല്ല ഈ പറയുന്നില്ല. നല്ല വിവരമുള്ള ആളുകളാണ്, നല്ല ബുദ്ധിയും ചിന്തയുമുള്ള ആളുകൾ തന്നെ പ്രവാചകന്മാരെ കളവാക്കി. അവസാനം ബോധ്യപ്പെടുമ്പോൾ വിശ്വസിക്കും. ഏതാവട്ടെ, ലോകത്ത് വന്ന പ്രവാചകന്മാരെയൊക്കെ വിമർശിക്കപ്പെടുകയും കളവാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. ഒരു സമുദായമായി സമൂഹമായി രൂപപ്പെട്ടതിൻ്റെ ശേഷം ആദം നബിയും മക്കളും ഒരു കുടുംബമാണ്, ഒരു സമൂഹം എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അവിടെ നിന്ന് വിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായമാകുമ്പോഴേക്കും ഒരു സമൂഹമായി ഈ മനുഷ്യ സമുദായം രൂപപ്പെട്ടിട്ടുണ്ട്. അവരിലേക്ക് അല്ലാഹു തആല നൂഹ് നബിയെ പ്രവാചകരാക്കി നിയോഗിച്ചപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞത് കാലൽ മലഉല്ലദീന മിൻ ഖൗമിഹി മാ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും. ഇവൻ ആരാ നമ്മളെ നേർമാർഗത്തിൻ്റെ കാര്യം പറഞ്ഞ് നയിക്കാനും നമ്മുടെ നേതാവാകാനും നമ്മളെ നിയന്ത്രിക്കാനും? നൂഹ് ആരാ? ഇവൻ നമ്മെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെയല്ലേ? ഇവന് നമ്മളെ പോലത്തെ ഒരു മനുഷ്യനില്ല, പിന്നെന്താ ഇവനിക്ക് നമ്മളെക്കാളും വലിയൊരു വലിപ്പം പറയാനുള്ളത് എന്നാണ് അവരന്ന് കണ്ട ഒരു വിമർശനം. ഇത് സ്വാഭാവികമായി വരുന്നൊരു ചോദ്യമാണ്. കാരണം അള്ളാഹുവിനെ കാണാനോ അള്ളാഹുവുമായി സംസാരിക്കാനോ സാധാരണ നിലയിൽ മനുഷ്യന്മാരായ നമുക്ക് ആർക്കും സാധ്യമല്ല. അപ്പൊ പിന്നെ അള്ളാഹുവിനെ പറ്റി വിശ്വസിപ്പിക്കാൻ വിശ്വസ്തരായ ആളുകളെ അല്ലാഹു തആല നിയോഗിക്കുകയല്ലാതെ മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ഈ പഴി കേട്ടിട്ടുണ്ട്. അല്ലാഹു തആല ആദ് സമുദായത്തിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നു. ഖാലൽ മലഉ മിൻ ഖൗമിഹി മാ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും. ആ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ആദ്യകാര് അവരും പറഞ്ഞത് മാ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും, ഇത് നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെയല്ലേ ഈ പറയുന്ന ഹൂദ്. ഇവൻ എന്താ അത്ര പ്രത്യേകത? ഇവനെ എന്തിനാ നമ്മൾ അംഗീകരിക്കുന്നത് എന്നതാണ് അവരും പറഞ്ഞത്. അതേപോലെ വീണ്ടും പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാം വന്നപ്പോൾ സുമ്മ അർസൽനാ മൂസ വ അഖാഹു ഹാറൂന, മൂസ നബി അലൈഹിസ്സലാമിനെയും സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു തആല പ്രവാചകരാക്കി നിയോഗിച്ചപ്പോൾ കാലു അനുമിനു ലിബശറൈനി മിസ്ലിനാ, നമ്മളെപ്പോലത്തെ രണ്ട് മനുഷ്യന്മാർ വന്ന് പറയുന്നതൊക്കെ നമ്മളങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക. അവർ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരല്ലേ, എന്തിനാ നമ്മളിത് സമ്മതിക്കുന്നത് എന്നതായിരുന്നു അവർ കണ്ട മറുപടി. ലോകാനുഗ്രഹിയായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ മക്കക്കാരുടെ അവസ്ഥയും ഇത് തന്നെ. അക്രമികളായ ആളുകൾ പരസ്പരം സ്വകാര്യം പറഞ്ഞു.
ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഈ മുഹമ്മദ് നമ്മളെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെ അല്ലേ, പിന്നെ എന്തിനാണ് ഈ മുഹമ്മദിനെ നിങ്ങൾ അംഗീകരിക്കുന്നത് എന്ന വിമർശനം കേൾക്കാത്ത ഒരു പ്രവാചകരും ലോകത്ത് വന്നിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും കേട്ടൊരു വിമർശനമാണ്. കാരണം ബുദ്ധിപരമായി നമ്മളൊന്ന് ആലോചിച്ചാൽ ഇതിൽ ന്യായമുണ്ട്, പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് നിഷേധിച്ചാൽ പോരാ. കാരണം നമുക്ക് ഈമാൻ ഉണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാവൂ. നമുക്കാദ്യം ഈമാൻ എന്താണെന്ന് തിരിയണം. സത്യവിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് തിരിയുന്നവർക്ക് അത് ബോധ്യപ്പെടും. അപ്പൊ നമുക്കത് തിരിയും. എന്താ അവരങ്ങനെ പറയാൻ കാരണം ഈമാൻ എന്ന് പറയുന്നത് തസ്ദീഖുർ റസൂലി ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി, അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്നതൊക്കെ അംഗീകരിക്കലാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ യുക്തിക്ക് യോജിച്ചതൊക്കെ നമ്മൾ അംഗീകരിക്കുക, യുക്തിക്ക് യോജിക്കാത്തതൊക്കെ തള്ളിക്കളയുക. അതാണല്ലോ ഇന്നത്തെ ഇസ്ലാം. പല ഭൗതികവാദികളുടെയും പല പുരോഗമനവാദികളുടെയും മതയുക്തിവാദികളുടെയും ഒക്കെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. നമ്മുടെ യുക്തിക്ക് യോജിക്കുമെങ്കിൽ അംഗീകരിക്കാം, നമ്മുടെ യുക്തിക്ക് യോജിക്കാത്തതൊക്കെ തള്ളിക്കളയാം. അത് നബി അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ആ ഹദീസ് ലൈഫാണ്, അല്ലെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല, എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിച്ചലാവും. അങ്ങനെ പറ്റൂല എന്ന് പറയുന്ന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞാൽ പോലും, ഹദീസിന് സ്ഥിരപ്പെട്ട കാര്യമായാൽ പോലും, പൂർവികരായ സമൂഹമൊക്കെ അംഗീകരിച്ചതാണെങ്കിൽ പോലും, നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ചിന്തയ്ക്കും യോജിക്കാത്തതൊക്കെ ലൈഫായ ഹദീസ്, അല്ലെങ്കിൽ തള്ളപ്പെടേണ്ട ഹദീസ്, ചെറുകിട ഭാഷയിൽ ചാടിക്കിടക്കേണ്ട ഹദീസ് എന്നൊക്കെ പറയുന്ന നിലവാരത്തിലേക്ക് സമൂഹം ഇന്നും പോയിട്ടുണ്ട്. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യന്മാർ തന്നെ ഇതൊക്കെ പറയുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മുസ്ലിം ആവും. റസൂലുള്ളാഹി തങ്ങളെ അംഗീകരിക്കണം. തസ്ദീഖുർ റസൂലി ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി, അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്നതൊക്കെ അംഗീകരിക്കുക എന്നതാണ് ഒരു മുസ്ലിം ആവാനുള്ള അടിസ്ഥാനപരമായ ആവശ്യം. എന്നിട്ടാണ് ഈമാൻ കാര്യം 6 ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക. അത് ഈമാൻ കാര്യങ്ങളാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളെ അംഗീകരിക്കലാണ്. ഇപ്പൊ നോക്ക്, നമ്മുടെ സമൂഹത്തിലെ മതയുക്തിവാദികളും അല്ലാത്ത യുക്തിവാദികളും ഒക്കെ പറയുന്ന ഒരു വിമർശനമായിട്ട് വരികയാണ്. സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ കുറെ ആളുകൾ പറയല്ലാതെ ആര് കണ്ടവരാരും ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. സ്വർഗവും നരകവും ഒന്നും ആരും കണ്ടിട്ടില്ലല്ലോ. ഒക്കെ ഓരോരുത്തർക്കാണ് പറഞ്ഞുണ്ടാക്കല്ലേ. അങ്ങോട്ട് പോയവരാരും തിരിച്ചു വന്നിട്ടില്ലല്ലോ. ഇതുവരെ ആരും അവിടെ പോയിട്ടൊരു മെസ്സേജ് കണ്ട് അയച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന യുക്തിവാദികൾ പറയുന്ന എന്തുകൊണ്ടാ? റസൂലുള്ളാഹി തങ്ങളുടെ റിസാലത്ത് എന്താണ് എന്നും പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും നബി എന്ന് പറഞ്ഞാൽ എന്താണെന്നും മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ്. നമ്മൾ ആദ്യമായി ഒരു നബി എന്ന് പറഞ്ഞാൽ ആരാണ്, അല്ലെങ്കിൽ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു റസൂൽ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനിവാര്യമായി ഉണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട്. വെറുതെ ഒരാൾ വന്നിട്ട് ഞാൻ റസൂലാന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അംഗീകരിക്കൂല. അതിന് അല്ലാഹു തആല ചെയ്ത പണി എന്താ? അവർ സമൂഹത്തില് ഏറ്റവും എല്ലാവരും സ്വീകരിക്കപ്പെടുന്ന 110% സത്യസന്ധരാണ് ഈ പ്രവാചകന്മാർ. ജീവിതത്തിൽ കളവ് എന്ന് പറയുന്ന ഒന്ന്, മോശം എന്ന് പറയുന്ന ഒന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവില്ല. ഒരു ജല്ലത്ത് പോലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് ഉടനെ തിരുത്തി കൊടുക്കും. ജല്ലത്ത് എന്ന് പറഞ്ഞ ഇടർച്ച, അബസമതവല്ല. പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അവിടെ ഖുറൈശി പ്രമുഖരുമായി നബി തങ്ങൾ സംസാരിക്കുക, വലിയ വലിയ ആൾക്കാരുമായിട്ട് കൊമ്പന്മാരുമായിട്ട് സംസാരിക്കുമ്പോഴായി കണ്ണോട്ടം വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ വിചാരിച്ചു കണ്ണോട്ടം അവിടെ നിൽക്കുമല്ലോ, ഇവരെപ്പോഴല്ലേ കിട്ടുള്ളൂ, അപ്പൊ ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് വളയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ വിചാരിച്ചു ഇവരോട് സംസാരിച്ചു. ആ കണ്ണോട്ടിയെ അള്ളാഹിന്റെ റസൂല് വേണ്ടത്ര പരിഗണിച്ചില്ല. പക്ഷെ അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹു തആല പറഞ്ഞു, അബസ, നിങ്ങൾ മുഖം ചുളിച്ചു കളഞ്ഞു, തവല്ല, തിരിഞ്ഞു കളഞ്ഞില്ല നിങ്ങൾ, അൻജാഹുൽ അഅ്മ, ആ കണ്ണൂട്ടി വന്നപ്പോ അയാൾക്ക് വേണ്ട പരിഗണന നിങ്ങൾ കൊടുത്തില്ല. ഒരു ഇടർച്ച. റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു തെറ്റെന്ന് പറയാനില്ലെങ്കിലും ഒരു ഇടർച്ച വരുമ്പോഴേക്ക് അല്ലാഹു തആല തിരുത്തി. അത് പറ്റൂല. കണ്ണുപൊട്ടൻ എന്ന് പറയുന്നവൻ നിസാരക്കാരനല്ല, അവൻ പരിഗണിക്കപ്പെടുന്നവനാണ്. അവൻ മദീനയിലെ മക്കയിലെ പ്രമുഖനാകണമെന്നൊന്നുമില്ല. ഏതായാലും ആ നിലയിലുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മുക്തനും എല്ലാവരും അൽ അമീൻ, സത്യസന്ധൻ, കളവ് പറയാത്തവൻ, നുണ പറയാത്തവൻ, ഭൗതികമായ നേട്ടത്തിനോ അല്ലെങ്കിൽ വേറെ വല്ല നേട്ടത്തിനോ വേണ്ടി കളവ് ഒരിക്കലും അറിയപ്പെടാത്ത, തല മാറ്റി വെച്ചാലും
ഒരിക്കലും വാക്ക് മാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന നിലപാടെടുക്കുന്ന ഒരാളാണ് പ്രവാചകർ എന്ന് പറയുന്ന ഒരു വ്യക്തി. അങ്ങനത്തെ ഒരാൾ വന്നിട്ട് പറയുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത്. അയാൾ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല, അപ്പൊ ആദ്യം അയാളെ നമ്മൾ വിശ്വസിക്കണം. ഇയാൾ സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, അല്ലമീനാണ്, സാദിഖും മസ്തൂക്കുമാണ് എന്നൊക്കെ ഒരാളെ പറ്റി വിശ്വസിക്കുമ്പോഴാണ്, ആ ഈമാൻ ശരിയാകുമ്പോഴാണ് പിന്നെ അള്ളാഹുവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്ന വിശ്വാസവും അബദ്ധവിശ്വാസവും തമ്മിൽ വേർതിരിയപ്പെടുന്നത്. സ്വർഗമുണ്ട് എന്നത് അബദ്ധവിശ്വാസമല്ല, അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ശരിയായ വിശ്വാസമാണ്. സത്യസന്ധനാണ്, കളവ് പറയാത്തവരാണ്, റസൂലുള്ള കണ്ടതാണ്. നരകം റസൂലുള്ളാഹി തങ്ങൾ കണ്ടതാണ്. ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് ഒരുപാട് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ സത്യസന്ധത അക്കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാവരും അംഗീകരിച്ചതാണ്. ലോകത്ത് ഒരാളും നബിയെ പറ്റി കള്ളവാണ് പറയുന്നത്, കള്ളനാണ് എന്ന് അബൂജഹലിന് പോലും റസൂലുള്ളാഹി തങ്ങളെ പറ്റി അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അബൂജഹൽ പോലും റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞത്, യാ മുഹമ്മദ് ഇന്നാ ലാ നുകദ്ദിബുക, നിന്നെ ഞങ്ങൾ കളവാക്കണില്ല മുഹമ്മദേ, നീ സത്യസന്ധനാണ്. വലാകിൻ നുകദ്ദിബു ബിമാ ജിഇത ബിഹി, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. പക്ഷെ നീ കൊണ്ടുവന്നത് വിശ്വസിക്കാൻ ഞങ്ങൾക്കാവൂല. അവിടെയുള്ള നമ്മ തമ്മിൽ തർക്കം. നീ നല്ലവനാ, നീ സത്യസന്ധനാ, നീ എല്ലാം തികഞ്ഞവനാ, നിന്നെ പറ്റി ഒരു സംശയവും ഞങ്ങൾക്കില്ല. കാരണം നിന്നെ ഞങ്ങൾ അറിയുമ്പോൾ ലോകത്ത് ആരും അറിയില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, നീ കൊണ്ടുവന്നത് ഞങ്ങൾ അംഗീകരിക്കൂല. ഇതാണ് അബൂജഹൽ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞത്. ഇവിടെയാണ് റസൂലുള്ളാഹി തങ്ങളെ ഒരു പ്രവാചകനെ അംഗീകരിക്കേണ്ടി വരുന്നത്. സത്യസന്ധനാണ്, കളവ് പറയാത്ത ആളാണ്. അങ്ങനത്തെ പ്രവാചകന്മാരെ അല്ലാഹു തആല ലോകത്തേക്ക് നിയോഗിച്ചു. 1,24,000-ത്തിലധികം വരുന്ന സത്യസന്ധരായ പ്രവാചകന്മാർ. അവര് വന്ന് പറഞ്ഞതാ നമ്മൾ വിശ്വസിച്ചത്. ഇവിടെ നമ്മൾ എന്തെങ്കിലും കാര്യം 100% നമുക്ക് ഉറപ്പുള്ള ഒരാൾ വന്നിട്ട് നമ്മളോടൊരു കാര്യം പറയണം, അവിടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഒരു കാറും ജീപ്പും നമ്മൾ കൂട്ടിമുട്ടിയിട്ടുണ്ട് കണ്ണനൂരി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ മടിയില്ല. കാരണം എന്തുകൊണ്ട്? അയാൾ വിശ്വസ്തനാണ്, അയാൾ കളവ് പറയാത്ത ആളാണ്, ഇത് നമ്മൾ വിശ്വസിക്കും. എന്നാൽ ഇതിലേറെ എത്രയോ ഇരട്ടി വിശ്വസിക്കാൻ ബാധ്യതപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വന്നുകൊണ്ട് പറയുമ്പോഴാണ് ആ പ്രവാചകന്മാരെ നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരു പ്രവാചകനെയല്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലി, അള്ളാഹുവിന്റെ പ്രവാചകരിൽ ഒരാളെയും നമ്മൾ താഴ്ത്തിക്കെട്ടൂല. 1,24,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാരെ കൊണ്ട് മുഴുവൻ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ. ജൂതന്മാര് മൂസാ നബിയുടെ അനുയായികളാണ്, പക്ഷെ ഈസാ നബിയെ അംഗീകരിച്ചിട്ടില്ല. ഈസാ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ മൂസാ നബിയെയും അംഗീകരിക്കുന്നില്ല, റസൂലുള്ളാഹി തങ്ങളെയും അംഗീകരിക്കുന്നില്ല. അവരതിലൊക്കെ തിരുത്തൽ കൊണ്ടുവരുന്ന ആളുകളാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മളോട് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാതി വമാ ഊതിയ മൂസാ വഈസാ വമാ ഊതിയ നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ലോകത്ത് കഴിഞ്ഞുപോയ ഒരു പ്രവാചകൻ കൊണ്ടുവന്നതും കളവാണെന്ന് ഞങ്ങൾ പറയൂല, പറയാൻ പാടില്ല, എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് ഒരു മുസ്ലിമിന്റെ ഈമാനിന്റെ അടിത്തറ. പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഒരാളെയും നമ്മൾ കളവാക്കുകയോ അവരെ താഴ്ത്തിക്കെട്ടുകയോ അവരെ അവഹേളിക്കുകയോ ചെയ്യാത്തവരാണ് മുസ്ലിമുകൾ. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ആദം നബിന്റെ മതമാണ്. ഇത് മുഹമ്മദ് നബി ഉണ്ടാക്കിയ മതമല്ല. ഇത് ആദം നബിയുടെ മതമാണ്, ഇബ്രാഹിം നബിയുടെ മതമാണ്, നൂഹ് നബിയുടെ മതമാണ്, ഇസ്മായിൽ നബിയുടെ മതമാണ്, ഇസ്ഹാഖ് നബിയുടെ മതമാണ്, ഈസാ നബിയുടെ മതമാണ്, മൂസാ നബിയുടെ മതമാണ് ഇസ്ലാം. ഇത് മുഹമ്മദ് നബിയുടെ മതമല്ല. മുഹമ്മദ് നബി അങ്ങനെ ഒരു മതം സ്വന്തമായിട്ട് മുമ്പൊന്നുമില്ലാത്ത പുതിയൊരു മതം കൊണ്ടുവന്ന ആളുമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകരോട് കൽപ്പിക്കപ്പെട്ടത് മുൻഗാമികളായ പ്രവാചകന്മാരെ പിൻപറ്റാനാണ്. ആ പ്രവാചകന്മാരിൽ പഠിപ്പിച്ച കാണിച്ച ഇബാദത്തുകളാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞതൊക്കെ. ഏത് ഇബാദത്ത് പരിശോധിച്ചാലും അതൊക്കെ പോകുന്നത് പൂർവികരായ പ്രവാചകന്മാരിലേക്ക് പോകുന്നത് കാണാം. നോക്ക് നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ വരുന്ന ഇബാദത്തുകൾ
റബ്ബി ജഅൽനി മുഖീമസ്സലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു അള്ളാഹുവിനോട്, അള്ളാഹുവേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണമേ. നമുക്ക് അങ്ങനെ ഒരു ദുആ ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് നമ്മളിങ്ങനെ ആയത്. നമ്മൾ ദ്വാരക്കേണ്ട ദ്വായായിരുന്നു അത്, നമുക്ക് ആ ദ്വാര ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ദ്വാരക്കണം, അള്ളാഹുവെ നിസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ പെടുത്തണേ. നമ്മൾ ആരെങ്കിലും ദ്വാരക്കണ്ടോ? നിസ്കരിക്കാത്തത് അതുകൊണ്ട് തന്നെയാ, നിസ്കാരത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ദ്വാ ചെയ്യണം. ഇബ്രാഹിം നബി ദ്വാരുന്ന ദ്വാ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവേ റബ്ബി ജഅൽനി മുഖീമസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ നീ ആക്കണമേ. വമിൻ ദുർരിയത്തി, എന്റെ മക്കളെയും നീ അങ്ങനെ ആക്കണമേ. അപ്പൊ മക്കൾ നിസ്കരിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഉസ്താദിനോട് പോയി പരാതി പറയണ്ട. വാപ്പ ഇതുവരെ അങ്ങനെ ദ്വാരുന്നിട്ടില്ല. എന്റെ മക്കളെ നിസ്കാരക്കാരാക്കണേ എന്ന് വാപ്പ ദ്വാരക്കാത്തത് കൊണ്ടാണ് മക്കൾ അങ്ങനെ ആയത്. ഇപ്പൊ വലുതായപ്പോ മക്കളെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട സമയത്ത് പറയണം, ദ്വാരക്കേണ്ട സമയത്ത് ദ്വാരക്കണം. ഇബ്രാഹിം നബി ദ്വാരുന്നു, റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒക്കെ പ്രാർത്ഥിച്ചത് പരിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ട് തന്നെ ആ ദുആയാണ് ഇബ്രാഹിം നബിയുടെ ദുആ. നിസ്കാരം നിലനിർത്തണേ, അതന്നെ നമ്മൾ ഇപ്പോഴും നിലനിർത്തേണ്ടത്. ഇബ്രാഹിം നബി നിലനിർത്തിയതാണ് നിസ്കാരം. അതിന്റെ ശേഷമുള്ള പ്രവാചകന്മാർ നിലനിർത്തിക്കൊണ്ടുവന്നതാണ് നിസ്കാരം. നമ്മളും ആ നിസ്കാരം നിലനിർത്താൻ ശ്രമിക്കണം. അത് പൂർവിക മതത്തിന്റെ ഭാഗമാണ്. ഇബ്രാഹിം നബിയും മകനും കൂടി കഅബ പടുത്തുയർത്തുമ്പോ, തകർന്നു വീണ കഅബയെ വീണ്ടും പുനരുദ്ധരിക്കുമ്പോ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സൽക്കർമ്മം നീ സ്വീകരിക്കണമേ റഹ്മാനെ. പ്രാർത്ഥനയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ദുആ ചെയ്യുന്നു, ഞങ്ങളുടെ ഈ സൽക്കർമ്മം നീ സ്വീകരിക്കണമേ തമ്പുരാനെ. നീ പ്രാർത്ഥന കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക, അല്ലാഹുവേ ഞങ്ങളുടെ രണ്ടുപേരെയും നീ മുസ്ലിമാക്കണമേ. ഇത് ചെറിയ കാര്യമല്ല. ആരാ ദുആ ചെയ്യുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി, രണ്ട് നബിമാരാണ്. അവരാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളെ നീ മുസ്ലിമീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ മുസ്ലിമീങ്ങളാക്കി ജീവിപ്പിച്ച് മുസ്ലിങ്ങളാക്കി മരിക്കുന്ന അവസ്ഥ വരയണമേ. മുസ്ലിമിൻ ദുരിയത്തിന് ഞങ്ങളുടെ മക്കളെയും നീ മുസ്ലിമാക്കണമേ. ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിം സമുദായമാക്കി ഞങ്ങളുടെ മക്കളെ നീ ആക്കണമേ. വാരിന മനാസിക്കന, ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണമേ. ഹജ്ജൊന്ന് കേട്ടിട്ടേ ഉള്ളൂ, എങ്ങനെയാ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് നീ അത് കാണിച്ചു തരണമേ തമ്പുരാനെ. അലൈന, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ പാശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ റബ്ബേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനും പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ കാണാം. അങ്ങനെ ഒരുപാട് ദുആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് അല്ലാഹു തആല ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ദ്വാരക്കാനാ. പക്ഷെ നമുക്ക് ആ ദുആയൊന്നും വേണ്ട. നമുക്കിപ്പോൾ അതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതാവട്ടെ, ഞാൻ നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കട്ടെ. അതാണ്, ആ ദുആയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പൂർവികമായ പ്രവാചകന്മാർ, അവരുടെ മാർഗമാണ് ഇസ്ലാം. അവര് കാണിച്ചു തന്ന മാർഗം, അവര് പഠിപ്പിച്ചു തന്ന മാർഗം, അവര് ചെയ്തു തന്ന കാര്യം, അതൊക്കെ തന്നെയാണ് ഇസ്ലാമിലുള്ളതൊക്കെ. ഏത് ഇബാദത്ത് പരിശോധിച്ചാലും അതിന്റെ അസല് നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയും. നിസ്കാരമായാലും ഹജ്ജായാലും നോമ്പായാലും മാർക്കം കഴിക്കുന്നതായാലും താടി വളർത്തുന്നതും മീശ വെട്ടുന്നതുമായാലും ഇബ്രാഹിം നബിയുടെ സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ സുന്നത്തൊന്നും അല്ലാതെ. അല്ലാതെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിമിന്റെ സുന്നത്താണ്. മാർക്കം കഴിക്കുന്നത് ഇബ്രാഹിമിന്റെ സുന്നത്ത്, താടി വളർത്തുകയും മീശ വെട്ടുകയും ചെയ്യുന്നത് ഇബ്രാഹിം നബിയുടെ സുന്നത്ത്. അത് റസൂലുള്ളാഹി തങ്ങൾ അതേപോലെ തുടർന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ അതിന് മാറ്റം വരുത്തിയില്ല. അവിടെയാണ് നമുക്ക് നമ്മുടെ പൂർവികരായ ആ പ്രവാചകന്മാരുടെ മതം, പാരമ്പര്യത്തിന്റെ മതം, ആദം നബി അലൈഹിസ്സലാമിലൂടെ കടന്നു വന്ന ആ മതം, അത് അതേപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ ചെടിയിലൂടെ, പ്രവാചകന്മാരുടെ ചെടിയിലൂടെ നമുക്ക് അല്ലാഹു തആല തുടർത്തിക്കൊണ്ടുവരിക. എന്നിട്ട് അതിന്റെ വലിപ്പം അല്ലാഹു പറയുന്നത് കാണണം. വൈദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി, അങ്ങനെ നമ്മൾ കഅബത്തെ ജനങ്ങൾക്കുള്ള ഒരു ആരാധനയുടെ കേന്ദ്രമാക്കിയപ്പോ, അന്നൻ നിർഭയത്വത്തിന്റെ കേന്ദ്രവുമാക്കിയപ്പോ, വത്തഖിദു, അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ആ ഇബ്രാഹിം നബി കഅബ പടുത്തുയർത്തുമ്പോ ചവിട്ടി നിന്ന കല്ല് അവിടെ കിടക്കുന്നുണ്ട്. ആ മഖാമി ഇബ്രാഹിം എന്ന് പറയുന്നത് അതാണ്.
അതിന്റെ അവിടെ പോയി നിങ്ങൾ നിസ്കരിക്കണേ, അതൊരു നിസ്കാര സ്ഥലമാക്കണേ എന്ന് അല്ലാഹു തആല നമ്മളോട് പരിശുദ്ധ ഖുർആനിലൂടെ ആജ്ഞാപിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം വിഷയത്തിന്റെ ഗൗരവം. അതാണ് അവിടെ ഒന്ന് നിസ്കരിച്ചിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ഥലം. പക്ഷെ മുത്തവന്മാര്, അവിടുത്തെ പോലീസുകാർ അവിടെ നിസ്കരിക്കുന്നത് തടയാനായിട്ട് അവിടെ പോലീസുകാർ കറങ്ങുന്നുണ്ട്. അപ്പുറത്ത് പോയി നിസ്കരിക്കണം, അതിൻ്റെ അടുത്ത് നിസ്കരിക്കാൻ സമ്മതിക്കൂല. ഇപ്പൊ ഞാൻ അതിൻ്റെ അടുത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. കാരണം അത് തുടയ്ക്കാനും വൃത്തിയാക്കാനും വേണ്ടി ഒരാളെ കോണി കൊണ്ട് ചാരിയിട്ട് ആ പണിക്കാർ കോണിയിൽ കയറി നിന്നിട്ട് തുടയ്ക്കാൻ. ആ സമയത്ത് എൻ്റെ തവാഫ് പൂർത്തിയായപ്പോൾ അതിൻ്റെ അടിയിൽ കയറുന്നത് കോണിൻ്റെയും മക്കാം ഇബ്രാഹിമിൻ്റെയും അടിയിൽ കയറുന്നത് ഞാൻ കൈകെട്ടിയാൽ പിന്നെ ഒന്നും അവർ ചെയ്യൂല, ഒരു പോലീസും അടുത്തേക്ക് വരില്ല. കൈകെട്ടുന്നത് വരെ ഉള്ളൂ പിടിച്ചു വലിക്കലും തള്ളലൊക്കെ. കൈ കെട്ടിക്കഴിഞ്ഞാൽ നിസ്കരിക്കുന്നവനെ പിന്നെ ആരും ശല്യം ചെയ്യൂല. അത് രണ്ടിൻ്റെ ഇടയിൽ നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് അല്ലാഹു തൗഫീഖ് നൽകിയിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവിടെ നിസ്കരിക്കാൻ അല്ലാഹു പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് അല്ലാഹുവിന്റെ പൂർവിക പ്രവാചകന്മാരുടെ മതമാണ്, അവരുടെ പാരമ്പര്യമാണ്, അവരുടെ സദാചാരമാണ്, അവർ കൊണ്ടുവന്ന മാർഗമാണ്. അത് അതേപോലെ നിങ്ങൾ കൊണ്ടുപോകണം, അതിൽ മുടക്കം വരുത്താൻ പാടില്ല. പൊട്ടനല്ലാതെ ഇബ്രാഹിം നബിയുടെ മാർഗത്തെ വിട്ട് മറ്റൊരു മാർഗം തേടൂല. അല്ലാഹു തആല പറയാ, പൊട്ടന്മാർക്ക് കഴിയൂ. അല്പമെങ്കിലും അന്തമുള്ള മനുഷ്യന്മാര് തീർച്ചയായും ആ പ്രവാചകന്മാരുടെ, പൂർവിക പ്രവാചകന്മാരുടെ ആ മാർഗത്തെ വിട്ട് കളിക്കുന്ന പ്രശ്നം ഒരു കാരണവശാലും ഉണ്ടാവില്ല. അതാണ് നമുക്ക് ദീനിന്റെ മാർഗമായിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നതൊക്കെ. അത് വിശ്വസ്തരായ പ്രവാചകന്മാരാണ്. അവരെ വിശ്വസിക്കാൻ പറ്റുന്ന അടയാളങ്ങൾ, അവരുടെ തിരിച്ചറിയേണ്ട അടയാളങ്ങൾ അല്ലാഹു തആല അവർക്കൊക്കെ നൽകിയിട്ടുണ്ട്. വലഖദ് ആതൈനാ മൂസ 9 ആയാത്തിൻ ബയ്യിനാത്ത്. അല്ലാഹു തആല മൂസാ നബിക്ക് 9 ദൃഷ്ടാന്തങ്ങൾ നൽകി, പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ. കക്ഷത്തിൽ കയ്യിങ്ങനെ വെച്ചിട്ട്, ഖുർആൻ പറയുന്നതായി പറയുന്നത്, കയ്യിങ്ങനെ വെച്ചിട്ട് പുറത്തെടുത്താൽ കയ്യിങ്ങനെ ഒരു പ്രകാശ കിരണങ്ങളിൽ ഇങ്ങനെ പുറപ്പെടുക. അതേപോലെ തൻ്റെ സ്ത്രീധനമായി കിട്ടിയ വടി, ഷുഐബ് നബി മകളെ കെട്ടിയപ്പോൾ കൊടുത്ത വടിയാണ്. ആ വടി സ്ത്രീധനം കിട്ടിയ വടി എന്ന് തന്നെ പറയാലോ, അമ്പോസാറിന്റെ കൊടുത്ത വടിയാണ്. ആ വടി നിലത്തിട്ട പാമ്പായി മാറും. എല്ലാ വടിക്കും ആ പറഞ്ഞ മുന്നിട്ടില്ല, അത് ആ വടിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ആ വടി നിലത്തിട്ട പാമ്പായി മാറും. ഏത് ഭീകര പാമ്പുകളെയും, എത്ര പാമ്പുകളെയും ആ പാമ്പ് പിടിച്ചു വിഴുങ്ങിക്കോളും. അങ്ങനത്തെ ഒരു വടിയായിരുന്നു മൂസാ നബിക്ക് സ്ത്രീധനമായി കിട്ടിയ ആ വടി. അതേപോലെ 9 ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല മൂസാ നബിക്ക് നൽകി. അത് അമാനുഷികമാണ്. ലോകത്ത് ഒരു മനുഷ്യൻ അത്തരം കാര്യങ്ങൾ, ഏത് മേജിക്കുകാരന്റെ, ഏത് മന്ത്രവാദിയുടെ എല്ലാ തന്ത്രങ്ങളും ആ മുഅ്ജിസത്തിന്റെ മുമ്പിൽ തകർന്നു പോകും. അതാണ് അല്ലാഹു തആല മൂസാ നബിക്ക് നൽകിയത്. ഈസാ നബി അലൈഹിസ്സലാം ലോകത്ത് വന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വൈദ്യശാസ്ത്രം ഏറ്റവും പുരോഗമിച്ച കാലത്താണ് ഈസാ നബി അല്ലാഹു നിയോഗിച്ചത്. അപ്പൊ ഈസാ നബി അവര് ശ്രദ്ധിക്കുന്ന മുഅ്ജിസത്തുകളാണ് ഈസാ നബി കാണിച്ചു കൊടുത്തത്. ജന്മനാ കണ്ണില്ലാത്ത ആളെ മുഖത്തൊന്ന് ഈസാ നബി കൈകൊണ്ട് തടയിയാൽ അവന്റെ 2 കണ്ണിനും കാഴ്ചയുണ്ടാവും. അവന് കാഴ്ച തിരിച്ചു കിട്ടും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞാട്ട് അതൊക്കെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈമാൻ ശരിയാവില്ല, മുഅ്മിനാവൂല, മുസ്ലിം ആവൂല. ഒന്ന് കൈകൊണ്ട് തടകിയാൽ മതി. അതേപോലെ മരുന്നില്ലാത്ത കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട്, അത്തരം രോഗങ്ങളുള്ള മരുന്നില്ലാത്ത രോഗം ബാധിച്ച ആളുകളെ ഈസാ നബി അലൈഹിസ്സലാം ഒന്ന് തൊട്ടാൽ അവന്റെ രോഗം മാറും. ഞാൻ വെള്ളപ്പാണ്ടുകാരന്റെ രോഗം മാറ്റും, ജന്മനാ കുരുടനായവന് കാഴ്ച നൽകും എന്നൊക്കെ ഈസാ നബി പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ കാണാം. അങ്ങനത്തെ കുറെ മുഅ്ജിസാത്തുകൾ. റസൂലുള്ളാഹി തങ്ങൾ വന്നത് അറബികൾ സാഹിത്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലത്താണ് റസൂലുള്ളാഹി നബിയെ നിയോഗിച്ചത്. അതുകൊണ്ട് അറബികൾക്ക് ഏറ്റവും പ്രധാനം ആ കാലഘട്ടത്തിലെ ബുദ്ധിജീവികൾക്ക് സാഹിത്യമാണ്. അവരുടെ എല്ലാ സാഹിത്യങ്ങളോടും മത്സരിക്കാൻ പറ്റുന്നതാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഈ ഖുർആനിനോട് കടപിടിക്കുന്ന ഒരു ചെറിയ സൂറത്ത്, 3 ആയത്തുള്ള ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക എന്ന് അറബികളോട് റസൂലുള്ളാഹി വെല്ലുവിളിക്കുന്നു. പക്ഷേ അതെല്ലാ അറബികൾക്കും തിരിയൂല. അത് സാഹിത്യം എന്താന്ന് പഠിച്ചവർക്കും ആ നിലയിൽ ചിന്തിക്കുന്നവർക്കുമാണ് അത് തിരിയുള്ളൂ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ എന്ന് പറഞ്ഞ ആയത്ത് ഖുർആനിലുള്ളതാണ്. അത് മുഅ്ജിസാണ്. അതുപോലൊന്നും കൊണ്ടുവരാൻ മനുഷ്യർക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് സുബ്ഹാനല്ലദീ അസ്റാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ അതുൽ ഖുറാ മഖൂസ് മൗലൂദിന്റെ തുടക്കത്തിൽ സുബ്ഹാനല്ലാഹ് ഓതിയാലും നമുക്ക് ആയത്താണെന്ന് തോന്നിപ്പോകും. കാരണം നമുക്ക് അത്രയും അറബി ഭാഷന്റെ സാഹിത്യവും അതിന്റെ രുചിയും അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അറബികൾക്ക് അത് എല്ലാവർക്കും തിരിയൂല. അപ്പൊ അല്ലാഹു തആല അതിന് പറ്റുന്ന മുഅ്ജിസാത്തുകൾ റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്തു.
ചന്ദ്രന് 2 പിളർപ്പാക്കി കാണിച്ചു കൊടുക്കാൻ അറബികൾ ആവശ്യപ്പെട്ടു. അത് റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു കൊടുത്തു. അല്പം വമനൽ യസീരി സഖാ വഅതഅമ ജൈശഹു ഹതഖത ഫവയസീറുഹു ലം യംഫദി വലഹുൽ വസീലത്തു വൽ ഫളീലത്തു വൽ ഉല വമഖാമുൽ മഹ്മൂദ് യൗമൽ മൗഇദി. മുൻകൂസ് മൗലൂദിലും ശറഫൽ അനാമിലും ഒക്കെ പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ദലായിലും നുബുവകളാണ്, നുബുവത്തിന്റെ അടയാളങ്ങളാണ്. അതാണ് ഈ മൗലൂദുകളിലൊക്കെ പറയുന്നത്. എല്ലാ മൗലൂദും മുഴുവനായിട്ട് ദലായിലുൻ നുബുവയാണ്, റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ അടയാളങ്ങളാണ്, നബിയാണെന്നതിന് തെളിവുകളാണ്. ആർക്ക് തിരിയുന്നത്? സാധാരണക്കാരായ ആളുകൾക്ക് തിരിയാൻ പറ്റുന്ന അടയാളങ്ങൾ അറബികൾക്കൊക്കെ കാണിച്ചു കൊടുത്തു. ഒരുപാട് ആളുകൾ അത് കണ്ട് വിശ്വസിച്ചു, ഒരുപാട് ആളുകളുടെ ഈമാൻ ശക്തിപ്പെട്ടു. അങ്ങനെയുള്ള അടയാളങ്ങളിലൂടെ സ്ഥിരപ്പെട്ട ആ പ്രവാചകന്മാർ കൊണ്ടുവന്നത് വിശ്വസിക്കലാണ്, അത് അംഗീകരിക്കലാണ് ഇസ്ലാം. അവർ കളവ് പറയുന്നവരല്ല, അവർ നുണയന്മാരല്ല, അവർ ഭൗതികമായ താല്പര്യമുള്ളവരല്ല എന്ന വിശ്വാസമാണ് നമ്മുടെ ഈമാനിന്റെ അടിത്തറയായി തീരേണ്ടത്. അവരൊക്കെ കൊണ്ടുവന്നതൊക്കെ സത്യമാണ്. അതിൽപ്പെട്ടതാണ് ബലിപെരുന്നാളെന്ന് പറയുന്ന നമ്മുടെ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ബലിയും അതിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂല് അതിനെ പ്രോത്സാഹിപ്പിച്ചപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹാദിഹിൽ അല്ലാഹി, എന്താണ് ഈ ഉളുഹിയ്യത്ത് നബിയെ? കാല റസൂലുള്ളാഹി പറഞ്ഞു, സുന്നത്തു അബീക്കും ഇബ്രാഹിമ, നിങ്ങളുടെ പൂർവിക പിതാവ് ഇബ്രാഹിം നബിയുടെ സുന്നത്താണത്, ഇബ്രാഹിം നബിയുടെ ചര്യയിൽപ്പെട്ടതാണത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ മാസമാണ് ഈ മാസം. ആ ഉളുഹിയ്യത്തിന്റെ പേരിൽ സ്മരിക്കപ്പെടുന്ന, അത് ചെയ്യപ്പെടുന്ന മാസമാണ് ഈ മാസം. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ അയ്യാമിൻ അഹബ്ബ ഇലല്ലാഹി മിൻ യുസഅബ ഫീഹാ മിൻ അശരിൽ ഹിജ്ജ. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇബാദത്ത് ഇഷ്ടപ്പെട്ട മാസമാണ്, ദിവസങ്ങളാണ് ഈ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതിലാപ്പം നമ്മൾ കടന്നു പോകുന്നത്. ഓരോ സുബ്ഹാനല്ലയും, ഓരോ അൽഹംദുലില്ലയും, ഓരോ അല്ലാഹു അക്ബറും, ഓരോ സദഖയും 10 മടങ്ങ് പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളാണത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഅഖ്ദിറു ഫീഹിന്ന മിനൽ തഹ്ലീലി വതക്ബീരി വദിക്രില്ലാഹ്. അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലയും അല്ലാഹുവിന്റെ ദിക്റുകളും നിങ്ങൾ ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കുക. വഇന്ന സിയാമ യൗമിൻ മിൻഹാ യഅദിലു ബിസിയാമി സന. ഈ ദുൽഹജ്ജ് 10ന്റെ മുമ്പ്, പെരുന്നാളിന്റെ മുമ്പ് ഈ മാസത്തിൽ ഒരാൾ ഒരു നോമ്പ് നോറ്റാൽ അതൊരു കൊല്ലത്തെ നോമ്പിന് പുണ്യമാണ്. വല്ലമലു ഫീഹിന്ന, ആ ദിവസങ്ങളിലുള്ള അമലുകൾ യുളാഫു ബിസബഇമിയത്തി ദഅഫ്, 700 ഇരട്ടി പ്രതിഫലമുള്ളതാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അഫ്ദലുൽ അയ്യാമി യൗമു അറഫ. അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ, പകലുകളിൽ, രാത്രികളല്ല, രാത്രി ലൈലത്തുൽ ഖദ്റാണ്, പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് യൗമ അറഫ, ദുൽഹജ്ജ് 9ന്റെ പകലാണ്. ഇതാ വാഫക ജുമുഅത്തൻ, അതെങ്ങാനും വെള്ളിയാഴ്ചയുമായിട്ട് ഒത്തുവന്നാൽ വഹുവ അഫ്ദലു മിൻ 70 ഹജ്ജ, അത് 70 ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമുള്ളതാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് സ്വഹീഹായി സ്ഥിരപ്പെടുത്തിയിട്ട് ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബിലെ പ്രാമാണിക ഫിഖ് ഗ്രന്ഥമായ നൂറുൽ ഇലാഹിന്റെ 184ാമത്തെ പേജിൽ ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. അതുകൊണ്ട് ഈ മാസത്തിൽ നമ്മൾ ഒരുപാട് അമലുകൾ അധികരിപ്പിക്കുക. സ്വതക്കയും ദാനധർമ്മങ്ങളും ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും യാസീനും അൽകാഫും അതുപോലെയൊക്കെ വെള്ളിയാഴ്ച ചെയ്യേണ്ടത് വെള്ളിയാഴ്ചയും അല്ലാത്ത ദിവസങ്ങളിൽ ചെയ്യാൻ റസൂലുള്ളാഹി കൽപ്പിച്ച അമലുകളൊക്കെ നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ അമില ബിനു ആദമ അഹബ്ബ ഇലല്ലാഹി മിൻ ഇറാഖത്തിൽ ദമി. ഈ പെരുന്നാളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുണ്യമുള്ള അമല് അറുത്തു കൊടുക്കുക, ബലി നടത്തുക, ഉളുഹിയ്യത്ത് നടത്തുക എന്നത് തന്നെയാണ്. അവൻ ആ ഉളുഹിയ്യത്തിന്റെ ബലിമൃഗത്തെ അറുത്തിട്ട് അതിന്റെ ഇറച്ചി ആളുകൾക്കൊക്കെ കൊടുത്തു, സദഖ ചെയ്തു. അതിന്റെ തോലും അവൻ സദഖ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്തതേത്? അതിന്റെ കൊമ്പ്, അതിന്റെ കുളമ്പ്, അതിന്റെ രോമം. അതാ പിന്നെ ആകെ കൂടി ഒഴിവ് വന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയാ, ഇവൻ ഇതുമായിട്ടാണ് മഹ്ശറിൽ വരിക. അവൻ അറുത്തു കൊടുത്ത ബലിമൃഗത്തിന്റെ കൊമ്പും അതിന്റെ നഖങ്ങളും അതിന്റെ കുളമ്പും അതിന്റെ രോമങ്ങളും അവന്റെ കയ്യിൽ ഉണ്ടാവും. ബാക്കിയുള്ളത് അള്ളാഹിന്റെ അടുത്തുണ്ട്. ഈ ബലിമൃഗത്തിന്റെ ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അവന്റെ കയ്യിൽ ഇത് മാത്രമായിട്ടാണ് അവൻ വരിക. അള്ളാഹു തആല അവൻ അതിന്റെ മാംസം തിരിച്ചു നൽകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്.
എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അന്നദ്ദമ, ഒരു ബലിമൃഗത്തെ അറുക്കുമ്പോ അതിന്റെ രക്തം ഭൂമിയിൽ അതിന്റെ രക്തം വീഴുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. അത്ര പുണ്യമുള്ള ഒരു അമലാണ് ഒരു ബലിയിൽ പങ്കുചേരുക, അല്ലെങ്കിൽ ഒരു മൃഗത്തെ സ്വന്തമായി വാങ്ങി അറുത്തു കൊടുക്കുക എന്ന് പറഞ്ഞത് പെരുന്നാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അമലാണ്. ഇതിലേറെ വലിയൊരു പുണ്യകർമ്മം പെരുന്നാളുമായി ബന്ധപ്പെട്ട് വേറെ ഇല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു തആല പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് അള്ളാഹുവിന് കൊടുക്കാതെ നിങ്ങൾ മുഅ്മിനീങ്ങളാവുക. നന്മയെ എത്തിക്കൂല, പ്രതിഫലം കിട്ടൂല. നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കണം, വേണ്ടാത്ത കൊടുക്കലില്ല. അപ്പൊ ഇഷ്ടമുള്ളത് എപ്പോഴാ? നമുക്ക് പ്രയാസങ്ങൾ ഉള്ളുമ്പോ, പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളുമ്പോ പൈസ കൊടുക്കുക പറഞ്ഞാൽ നല്ല പ്രയാസം തന്നെയാണ്. സാമ്പത്തികമായി പ്രയാസമുള്ളുമ്പോ ഒരു 6000, 7000, 10000 കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസം തന്നെയാണ്. അപ്പോഴായിട്ട് കൊടുക്കേണ്ടത്. അല്ലാഹു തആല പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുള്ള അവസരത്തിൽ കൊടുക്കണം. വേണ്ടാണ്ടാവുമ്പോ പിന്നെ കൊടുത്തിട്ട് എന്താ കാര്യം? അങ്ങനെ ഉണ്ടല്ലോ. ഏതായാലും 10-55 വയസ്സായി, ഇനിയിപ്പോ അതായാലും ഈ മുതലിവിടെ എടുത്തു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ മരിച്ചാൽ മക്കൾ അതിനു വേണ്ടി തല്ലുകൂടും, അതുകൊണ്ട് എന്നാ എൻ്റെ വക ഒരു ഉദുഹിയത്ത് എന്നല്ല. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെയാണ് ഉദുഹിയത്ത് നടത്തേണ്ടത്. ആവശ്യം ഉള്ളപ്പോൾ തന്നെയാണ്, ആവശ്യമുള്ളത് തന്നെയാണ് നല്ല കാര്യത്തിന് വേണ്ടി ചെലവാക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ ഈ ദുൽഹജ്ജ് മാസത്തിന്റെ ഈ ശ്രേഷ്ഠമായ ദിനങ്ങളിൽ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാനും അള്ളാഹുവിന്റെ തൃപ്തി നേടാനും ഒക്കെ നമുക്ക് അള്ളാഹു ഈ നൽകിയിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പുണ്യ ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു തആല ലോകത്തിൻ്റെ മുക്കുമൂലകളിലുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും അള്ളാഹു തആല സംരക്ഷിക്കുമാറാവട്ടെ, കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബാക്കിയുള്ള പ്രയാസങ്ങളൊന്നും വലിയൊരു പ്രയാസമൊന്നുമല്ല, ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാ. ഒരു ഭാഗത്ത് യുപിയിലേക്ക് ചെന്നാൽ പണ്ഡിതന്മാർ മുഴുവൻ വേട്ടയാടപ്പെടുകയാണ്, മൂല്യന്മാരെ കൊല്ലുകയാണ്. ഇത് അവിടെ മാത്രമൊന്നുമല്ലല്ലോ. കേരളത്തിലെ റിയാസ് മൗലവി ആയാലും അലി മൗലവി ആയാലും അതുപോലെ എത്രയോ മൗലവിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി ഷുഹദായിൽപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയാലും ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് കാണാതിരുന്നുകൂടാ. വേദനാജനകമായ പ്രയാസങ്ങൾ. അതേപോലെ ഹജ്ജിലേക്ക് ചെന്നാൽ ലോകത്തെ മുസ്ലിമീങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ വലിയ പട്ടാളത്തെ ഇറക്കിയിട്ട് പതിവില്ലാത്ത വിധം പട്ടാളത്തെ ഇറക്കി സംരക്ഷണം നൽകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാവാം? ഒരുപക്ഷെ നമ്മുടെ സമുദായത്തിൽ തന്നെയുള്ള ശൈത്താന്മാർ അവിടെ വന്നിട്ട് വല്ല പിത്തിനുണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാവാം, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ പുറത്തുള്ളവർ കടന്നു കയറി പിത്തിനുണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാവാം. ഏതായാലും അത് പ്രയാസമില്ലാതെ നാണക്കേട് വരാതെ ഹജ്ജ് നടത്താൻ സൗദി ഗവൺമെൻറ്റിനും ലോക മുസ്ലിമീങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കിത്തരുമാറാവട്ടെ.